എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. ഈ ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ഫുൾ അനലൈസിസ് ലേണിംഗ് പർപ്പസ് ആണ്. സോ ഏൺ ചെയ്യും. ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ചാർട്ട് ആസ് യൂഷ്വൽ നമ്മുടെ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫ്രം ബോട്ടം തേർഡ് വേവ് കംപ്ലീറ്റ് ആയി ആൻഡ് ഫോർത്ത് വേവിലാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്, റൈറ്റ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത ലെവൽസാണ് ഇതൊക്കെയെല്ലാം. ആൻഡ് സ്ട്രക്ചറലി പ്രോപ്പർലി എക്സാക്ട്ലി ഞാൻ 2 or 3 പ്രാവശ്യം ഞാൻ കാണിച്ചായിരുന്നു. നമ്മുടെ ഈ ഏരിയ സപ്പോർട്ടാണ്. സോ ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ വരേണ്ടതാണ് 23,400. അത് എപ്പോൾ വരും അത് എനിക്കും പറയാൻ പറ്റില്ല, ഗ്യാരണ്ടി ഒന്നുമില്ല. പ്രൈസ് അവിടെ തന്നെ എക്സാക്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ വരുമോ ഓർ മോർണിംഗ് സെക്ഷനിൽ വരും ഇങ്ങനെ. ബട്ട് ഇവിടെ വരേണ്ടതാണ് വെച്ചാൽ സ്ട്രക്ചർ അതാണ്. ഓക്കെ, സ്ട്രക്ചർ അതാണ്. സ്ട്രക്ചർ അങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു റീസൺ എന്തായിരുന്നു 23,000. ഇവിടെ ഒരു ക്ലസ്റ്റർ ആയിരുന്നു. ക്ലസ്റ്റർ ഞാൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നു ഇന്നലത്തെ വീഡിയോ, സോറി. സോ ആ ഒരു ക്ലസ്റ്റർ പ്രോപ്പർലി അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഫിബൊനാച്ചി വെക്കുക. ഫോർത്ത് വേവ് നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. സോ ഫോർത്ത് വേവിൽ 23,060%, 23.60%. ഈ ഒരു പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്ലസ്റ്ററുടെ ഏരിയ പ്ലസ് ഗ്യാപ്പ് ABC അതൊക്കെ ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ടാർഗറ്റാണ് ഫോർത്ത് വേവിൻ്റെ ഇത്. സെക്കൻഡ് 38.20% ആൻഡ് മാക്സ് ടു മാക്സ് 50% വരാറുള്ളൂ ഇത്, ഈ ഗ്യാപ്പ് വരെ. ഓക്കെ, ഇതുവരെ വരാറുള്ളൂ. ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ ഇൻ കേസ് നാളെ ഇതിൻ്റെ ബിലോ പോയാൽ 50% നാളെ ഓർ അപ്കമിങ് ടൈമിൽ ഇതിന് പിന്നെ മൊത്തം കൊളാപ്സ് ആകുമെന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു ഫുൾ റാലി, ഇത്ര വലിയ ഹ്യൂജ് റാലി, ഫോർത്ത് ആൻഡ് ദെൻ ഫിഫ്ത്ത് മുകളിലേക്ക് കയറാൻ ഞാൻ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മുടെ ഒരു മൗണ്ടെയിനിൽ നമ്മൾ കയറുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും, മൗണ്ടെയിൻ്റെ ടാർഗറ്റ് മുകളിലാണ്. ബട്ട് മൗണ്ടെയിനിൽ നമ്മൾ കയറുമ്പോഴത്തേക്ക് സോ ഒത്തിരി റെസ്റ്റ് എടുക്കാൻ ഒത്തിരി ബാക്കിലേക്ക് വരാൻ പാടില്ല. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് തിരിച്ച് കയറുകയാണെങ്കിൽ സോ ആ മെയിൻ ടാർഗറ്റിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും പകുതി വെച്ച് സ്ലോലി താഴേക്ക് വന്നുകൊണ്ടിരുന്നാൽ എന്താണ് ദാറ്റ് മീൻസ് വീക്കിനെ തുടങ്ങും. പിന്നെ നമുക്ക് മുകളിൽ കയറാനുള്ള നമുക്ക് ഒരു പവർ ഉണ്ടാവില്ല. മീൻസ് പിന്നെ വീണ്ടും പ്രൈസിലേക്ക് ഒരു ക്ഷീണം കാണാൻ പറ്റും. ആ വീഡിയോ കാണുന്ന ലാസ്റ്റ് വീക്കെൻഡിൻ്റെ അതൊരു നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഐ ഹോപ്പ് സോ അത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും. സോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഞാൻ എത്രയ്ക്ക് എക്സ്പ്ലനേഷൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാറുണ്ട്. ചെറിയ അനലൈസിസ് വേവ്സ് അത്രയ്ക്ക് പ്രോപ്പർലി അങ്ങനെ നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സോ പ്ലീസ് പ്രൈസ് എത്ര ക്ലിയർ ആയിട്ട് പ്രൈസ് ആക്ഷൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളത് ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, ബട്ട് ലൈക്കും ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്യുന്നത് അതാണ് നമ്മുടെ സബ്സ്ക്രൈബർ എത്ര കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1,000 സബ്സ്ക്രൈബർ ആകുമ്പോൾ തന്നെ ഞാൻ നമ്മൾ ലേണിംഗ് വീഡിയോസ് പ്രോപ്പർലി ആ ഒരു ഫസ്റ്റ് ABC കറക്ഷൻ വീഡിയോ ആണ്, അത് ഞാൻ ഷെയർ ചെയ്യും. ദെൻ വേവ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. എത്ര പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അത്രയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം വെച്ചാൽ വേവ്സിൻ്റെ ഓരോ വേവിൻ്റെ ഓരോ വീഡിയോ സെപ്പറേറ്റ്ലി എനിക്ക് ഇടാനുള്ള ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ ഒത്തിരി ഡൗട്ട്സ് ആളുകൾക്ക് ഉണ്ടാവണം. അത് പ്രോപ്പർലി ശരിക്കും ആ ഡൗട്ട്സ് വരേണ്ടതാണ്. അപ്പോഴേ ആ ഒരു വീഡിയോ ഞാൻ കോൺസെപ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകും പ്രോപ്പർലി. ഓക്കെ, ഇനി കുറച്ച് പേര് അത് നന്നായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഐ തിങ്ക്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ പിന്നെ രാഹുൽ ആയിരുന്നു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. മീൻസ് ABC സ്ട്രക്ചർ കംപ്ലീറ്റ് ആയോ ആൻഡ് ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ ഡൗട്ട്. സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് തന്നെയാവോ, ഫോർത്ത് വേവിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്, ഈ ഒരു ഗ്യാപ്പ്, റൈറ്റ്. ഇവിടെ ഫോർത്ത് വേവ് ഇവിടെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. ദാറ്റ് മീൻസ് പ്രൈസ് ഫോർത്ത് വേവിലാണ്, മനസ്സിലായോ? സോ ഇവിടെ വരാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക, പ്രൈസ് ഇവിടെ വരാതെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും പ്രൈസ് ഇനി ഫിഫ്ത്ത് വേവിലേക്ക് എൻ്റർ ആവും ഓർ ഫോർത്ത് വേവ് കംപ്ലീറ്റ് ആയി. ഇവിടെ വരുമ്പോൾ ആണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് ഫോർത്ത് വേവിലാണ്, മനസ്സിലായോ? സോ ഇത് ശ്രദ്ധിക്കുക. സോ ഇതുവരെ ഫോർത്ത് വേവ് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഇപ്പോൾ കിട്ടാൻ പോകുന്നുള്ളൂ നമുക്ക് പ്രൈസ് ഇവിടെ ടച്ച് ആകുമ്പോഴത്തേക്ക്. ഓക്കെ, എന്നിട്ടാണ് പിന്നെ ഫോർത്ത് വേവിൻ്റെ ഇനി ബാക്കി ഐ ഹോപ്പ് സോ ഇനി ഫർദർ ഫോൾ കിടക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 1 hour ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ പ്രൈസ് കണ്ടോ സ്ലോലി താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും.
പിന്നെ 1 day ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല റെഡ് ക്യാൻഡിലാണ്. സോ ഫർദർ പ്രൈസ് താഴേക്ക് വന്നിട്ട് ഹോൾട്ട് എടുക്കണം. മനസ്സിലായോ? ബിയറിഷ് ക്ലോസിങ് ആണല്ലോ. ഇന്നലെയും ബിയറിഷ്, ഇന്നും ബിയറിഷ്. സോ ഇനി ഫർദർ ഫോൾ ഇപ്പോൾ ഇനി കിടക്കുന്നു. മനസ്സിലായോ? സോ സ്റ്റിൽ ഫോർത്ത് വേവിൽ ഉള്ളൂ. ഓക്കെ, ഇനി ഫർദർ ഫോൾ കിടക്കുന്നു. ഫസ്റ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ആൻഡ് ദെൻ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് ഓപ്പൺ ആയിരിക്കും. ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. സോ നാളെ ഇനി നോക്കാനുള്ളത് എന്താണ്? നാളെ നോക്കാനുള്ളത് ഫസ്റ്റ് ഈ ഒരു ലെവൽ ആൻഡ് ഈ ഒരു ഗ്യാപ്പ് 23,330. ഇതിൻ്റെ ബിലോ പ്രൈസ് പോയാലേ ഫർദർ ഡൗൺ സൈഡ് കിട്ടുകയുള്ളൂ. ഇൻട്രാഡേ പർപ്പസിൽ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലാകും. മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകും. ഇതിൻ്റെ ബിലോ ആണെങ്കിൽ ഓക്കെ, ദെൻ ഫർദർ ഫോളോ ഉണ്ടാകും. ഓർ ഇവിടെ തന്നെ ഓപ്പണിംഗ് ആണെങ്കിൽ പിന്നെ ഇവർ പോസ് എടുത്തിട്ട് എക്സ്പയറി ആണ് ഇവിടെ തന്നെ അവർ കളി കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഐ തിങ്ക് പിന്നെ വേറൊരു കൺഫ്യൂഷൻ രാഹുലിന് ഇതായിരിക്കുള്ളൂ. ഐ തിങ്ക് ഇതാണ് ഇവിടെ ABC സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ABC സ്ട്രക്ചർ ഇത് കംപ്ലീറ്റ് ആയി പ്രോപ്പർലി. ഓക്കെ, ഇത് ഇവിടെ കംപ്ലീറ്റ് ആയി. ബട്ട് ഈ ABC 15 minutes ടൈം ഫ്രെയിമിൽ ഉള്ളൂ. മനസ്സിലായോ? ഈ ABC 15 minutes ടൈം ഫ്രെയിമിൽ ഉള്ളൂ. 15 minutes ടൈം ഫ്രെയിമിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദെൻ B വരും, ദെൻ C വരും. മനസ്സിലായോ? 15 കൗണ്ടിങ് നമ്മൾ 15 minutes ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നേ അല്ല കൗണ്ട് ചെയ്യണത്. ഇത് സ്ട്രക്ചർ ഫുൾ അത് B. സോ C നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 15 minutes ടൈം ഫ്രെയിമിൽ നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫോൾ വരുമ്പോഴത്തേക്ക് ABC. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ പറയാൻ, ഇവിടെ ഇത് ഫസ്റ്റ് വേവിൽ ഇവിടെ ഇവിടെ ഫുള്ള് 1 കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ സെക്കൻഡ് വേവിൻ്റെ ഫോൾ വന്നു. സെക്കൻഡ് വേവ് ഫ്ലോ കണ്ടോ? A, B and C. മനസ്സിലായോ? ഇത് A, B and C. സോ ഓൾമോസ്റ്റ് അങ്ങനെ ഇപ്പോൾ ആ മോളിൽ നമ്മൾ കാണുന്നത് അത് സ്റ്റിൽ ഈ ഒരു A ആണ്. ഓക്കെ, ദെൻ ബിയുടെ ബൗൺസ് വരും, പിന്നെ സിയുടെ ഫോൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ സിയുടെ ഫോൾ ഇവിടെ ഒപ്പം തന്നെ ആയിരുന്നു. അത് നമ്മൾ നോക്കണം ഇനി എങ്ങനെയാണ്. അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ അത് ഇപ്പോൾ എയിലുള്ളൂ ആ പ്രൈസ്. ഈ ഒരു എയിലാണ് നമ്മുടെ ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു സംഭവം. ഇത് എയിലാണ്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ ഇത് ഫുൾ A ആണ്. നാളെ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ അപ്പോൾ A തന്നെയാണത്. ഓക്കെ, 15 minutes ടൈം ഫ്രെയിമിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാകും, ഇല്ല എന്നല്ല, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. കാരണം നിങ്ങൾ റെഗുലർ 3 വീഡിയോസ് ഉണ്ട് എലൈറ്റ് വേവിൻ്റെ. 3 വീഡിയോസ് നിങ്ങൾ 3 കാണണം. ഒരു പ്രാവശ്യം കണ്ടാൽ അത് പോരാ. ഒരു പ്രാവശ്യം കണ്ടാൽ നിങ്ങൾ ബൈ ഹാർട്ടായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ 10 മിനിമം ഞാൻ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ഞാനുണ്ടാക്കിയ വീണ്ടും ആണ്. ഞാനൊരു 10 പ്രാവശ്യം ഞാൻ കണ്ടാലും എനിക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവത്തില്ല അത്രയ്ക്ക്. കാരണം അതിനകത്ത് ഒരു ചെറിയ ആ ഫുൾ വീഡിയോയിൽ ചെറിയ പോയിൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡീപ്പാണത്. സോ ശ്രദ്ധിക്കാനുള്ളതാണ് അതൊക്കെ എല്ലാം. സോ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റാണ്. നിങ്ങൾ നോക്കാൻ പറ്റുവാണെങ്കിൽ, ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ. ബാക്കി റീൽസൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. റീൽസ് ഒരു 10 പ്രാവശ്യം കാണും, സിനിമ 10 പ്രാവശ്യം കാണും. പക്ഷേ ലേണിംഗ് വീഡിയോസ്, അങ്ങനത്തെ ഒരു ജെന്യുവൻ വീഡിയോസ് കാണാൻ മടിയായിരിക്കും. എല്ലാവർക്കും മടിയായിരിക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവുള്ളൂ. സോ പ്ലീസ് കാണുന്ന ഒന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ ഇനി പ്രോപ്പർ സ്ട്രക്ചർ. സോ ഫർദർ ഫോൾ നാളെ ഇതിൻ്റെ ബിലോ ആയിരിക്കും. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇനി തരുന്നില്ല. ഇൻ കേസ് അത് പോയാൽ 23,380 പോയാൽ, സോ അപ്പോഴത്തേക്ക് നല്ലൊരു പ്രൈസ് അഴക്കി ഓപ്പൺ ആവേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് ഇത് 280 100 points ആൻഡ് ഇവിടെ വരെ പറയാനുള്ള ചാൻസസ് ഉണ്ടാകും. 23,070 ആ ഒരു ടൈമിങ്ങിൽ ഇൻ കേസ് എത്ര വലിയ ഹ്യൂജ് ഫോൾ വരുവാണെങ്കിൽ ശ്രദ്ധിക്കുക. ബാക്കി മോളിലെ സിലബസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഐ തിങ്ക് ആവശ്യമില്ല. ഇൻ കേസ് നാളെ ഇത്ര വലിയ ഹ്യൂജ് ഫോൾ അങ്ങനെ വരികയാണെങ്കിൽ സഡൻ എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ വെച്ച് കാണിച്ചായിരുന്നു, ഫെബ്രുവരി റിട്രേസ്മെൻറ്റ് എടുക്കണം. ഓക്കെ, ഫ്രം ഹിയർ ടു ആ ഒരു ടോപ്പ് എക്സാക്റ്റ് എന്ന് വെച്ച് നോക്കണം. ഒരു പ്രോപ്പർലി നമ്മുടെ ഈ ഒരു ലെവൽസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചേക്കണം. ഓക്കെ, 38.20 23,140 ഈ ഒരു ഏരിയ. സോ അതൊരു മേജർ ഈ ഫിബൊനാച്ചിയുടെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇതായിട്ട് മാച്ച് ചെയ്യുമല്ലോ നമ്മൾ ലെവൽസും ഫിബൊനാച്ചിയുടെ ലെവൽ. സോ അത് കുറച്ചുകൂടി പക്ക സപ്പോർട്ടായിരിക്കും ഫോർ ബിഗർ ടൈം ഫ്രെയിം. ഓക്കെ, ഫോർ ബിഗ് മൂവ്. സോ ഇൻട്രാഡേ മൂവ് അല്ല, ഫോർ ബിഗ് മൂവ്. സോ അവിടെ നിന്ന് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു
പ്രോബബിലിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ 50% ലാസ്റ്റ് അത് വരും. ഓക്കെ, ഇൻ കേസ് ഇത്ര വരെ വരാവുള്ളൂ. ഇവിടുന്ന് ടേൺ എടുക്കേണ്ടതാണ്. ബട്ട് ABC സ്ട്രക്ചർ A, ദെൻ ബിയുടെ ബൗൺസ്, ദെൻ C, അങ്ങനെ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അത് ശ്രദ്ധിക്കാം. ഓക്കെ, 15 minutes ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇത്ര എനിക്ക് ഇതിനകത്ത് പറയണുള്ളൂ. സോ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനലൈസിസ് പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യണം കേട്ടോ. ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലെ പ്രോപ്പർലി പറഞ്ഞായിരുന്നു. ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് വെച്ചാൽ ഒറ്റ ഒരു ഇതിലാണ് പോയത്. സി വേവ് ആണ് നമ്മൾ ഫിസിക്കലി. സി വേവ് യൂഷ്വലി 3 or 5 മൂവ്സിൽ പോകാറുള്ളൂ. 5 മൂവ്സാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി അത് പറഞ്ഞത് 5 മൂവ്സിലാണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 or 2, 3 ഇൻ ഷോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 to 3 ആണ് ഇപ്പോൾ ഉള്ളത്. സോ 4 and 5 സ്റ്റിൽ ഇനിയുണ്ട്. ബാങ്ക് നിഫ്റ്റി ഫർദർ ഇനി വീക്ക് തന്നെയാണ്. ഓക്കെ, വീക്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ബ്രേക്ക് ഡൗൺ ആവേണ്ടതാണ്. ഇനിയും ഈ ഗ്യാപ്പൊക്കെ, ഈ ലെവൽസൊക്കെ ഫിൽ ചെയ്യേണ്ടതാണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ അഭാവം. ഓക്കെ, ബുള്ളിഷ് ആണെങ്കിൽ ഇതിൻ്റെ അഭാവം തന്നെ ബുള്ളിഷ് ആവുകയുള്ളൂ. മേ ബി ബൗൺസിൽ സെൽ ഓഫ് തന്നെ വരേണ്ടതാണ്. ഓക്കെ, സ്മോൾ നിയറസ്റ്റ് റെസിസ്റ്റൻസ് വേണമെങ്കിൽ അത് ഒത്തിരി ദൂരമായി പോകും. സോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും. ഓക്കെ, 51,500 പ്രോപ്പറാണ്. എന്ന് വെച്ചാൽ റീസൺ എന്താണെന്ന് ഇത് ഇവിടെ സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് കണ്ടോ, ജസ്റ്റ് ബ്രേക്ക് ഡൗൺ സഡൻ മോളിൽ, ആൻഡ് ദെൻ ഇവിടെ ബ്രേക്ക് ഡൗൺ, കൺസോളിഡേഷൻ, ആൻഡ് ദെൻ വീണ്ടും ബ്രേക്ക് ഡൗൺ. സോ ഇത് ഒരു ചെറിയൊരു OB ടൈപ്പ് വർക്ക് ചെയ്യും. ഓക്കെ, സോ ഇനി ഫർദർ ഫോൾ ഇൻ ഇത് ഡേ ലോ ബിലോ വേണമെങ്കിൽ നമുക്ക് ഈസിലി വയ്ക്കാം. യെസ്, ഇതിൻ്റെ ബിലോ ഫർദർ ഫോൾ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ. ഓക്കെ, ആൻഡ് ദെൻ ബാക്കി ലെവൽസ്, താഴത്തെ ലെവൽസ് നമുക്ക് ഫർദർ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് വേഗം സെൻസെക്സിലേക്ക് കിടക്കാം. മന്ത്ലി എക്സ്പയറി ആണ് നാളെ, ശ്രദ്ധിക്കുക. മേ ബി എക്സ്പയറിയുടെ ഞാൻ പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ട്. എക്സ്പയറിയുടെ റൂൾ എല്ലാവർക്കും അറിയാമല്ലോ. മോർണിംഗിൽ 9:30 to 10 ആ ഒരു ടൈമിൽ പ്രീമിയം എങ്ങനെയാണ്? പ്രീമിയം ഹൈ ആണെങ്കിൽ മൂവ് ഉണ്ടാവുള്ളൂ. പ്രീമിയം ലോ ആണെങ്കിൽ മൂവ് ഉണ്ടാവില്ല. ശ്രദ്ധിക്കുക കേട്ടോ. 9:30 to 10 o'clock. ഓക്കെ, എക്സ്പയറി ഇൻഡെക്സിൽ മാത്രമേ ഉള്ളൂ. സോ എക്സ്പയറി മോസ്റ്റ്ലി നാളെ അറിയാലോ. ബാക്കി എല്ലാ ഇൻഡെക്സിൻ്റെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്തായാലും മന്ത്ലി എക്സ്പയറി അല്ലേ. സോ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് മോർണിംഗിലാണ് നമുക്ക് നോക്കേണ്ടത്. 9:30 to 10 ആ ഒരു ടൈമിൽ. ഓക്കെ, സെൻസെക്സ് എക്സാക്ട്ലി ഇത് കണ്ട ആ ഒരു ലെവലിൽ വന്നു. ഇനി ഫർദർ ഫോൾ സെൻസെക്സിൽ ഇതിൻ്റെ ബില്ലോ ആയിരിക്കും. ഈ ഒരു ഗ്യാപ്പ് ഇത് കണ്ട. ഓക്കെ, ഇതിൻ്റെ ബില്ലോ ആയിരിക്കും. ബാക്കി ലെവൽസ് നമുക്ക് സെൻസെക്സിൽ വേഗം ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് സപ്പോർട്ട് വരുന്ന സെൻസെക്സ് ഇതായിരിക്കും. അതുകൂടി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ഇതാണ്. സെൻസെക്സിൽ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു. ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ആയിട്ട് നാളത്തേക്ക് മാറും ഈ ഒരു. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഈ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം നമുക്ക്. നിഫ്റ്റി മിഡ് ക്യാപ് എക്സാക്ട് സപ്പോർട്ട് ലെവൽ വന്നു കണ്ട ലാസ്റ്റ്. ഫർദർ ഫോൾ ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ ബിലോ. റെസിസ്റ്റൻസ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ഇതിൻ്റെ അബവ്. ഫർദർ അപ്സൈഡ് റെസിസ്റ്റൻസ് ആണത്. ആൻഡ് ബാക്കി ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കി ലെവൽസ് എല്ലാം ഇതിനകത്തുണ്ട് പ്രോപ്പർലി. സ്മോളസ്റ്റ് സപ്പോർട്ട് ഇത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. വേറെ സപ്പോർട്ട് ഇതിനകത്തൊന്നും കാണുന്നില്ല. സോ ഇത് ബ്രേക്ക് ഡൗൺ ആയാൽ ഇത് ആൻഡ് ദെൻ ഈ ഒരു ലെവൽസൊക്കെ വരാനുള്ള ചാൻസസ് ഇതിൽ ഉണ്ടാകും. ട്രെൻഡ് ലൈൻ സപ്പോർട്ട്സ് ഒന്നും കാണുന്നില്ല. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഈ ഒരു കണക്ക് അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി. ബുളിഷ് ഉണ്ടായിരുന്നില്ല ആ പ്രൈസ്. എന്ന് വെച്ചാൽ ഫോർത്ത് വേവിൽ താഴേക്ക് തന്നെ വരേണ്ടതാണല്ലോ. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട.